Welcome to the YouTube channel of Vyasa Institute of Mathematics. നമ്മൾ ഈ ചാനലിലൂടെ ബാക്ക് ടെസ്റ്റിന് പ്രിപ്പയർ ചെയ്യാനുള്ള ടിപ്സ് തരികയാണ്. കഴിഞ്ഞ എപ്പിസോഡിൽ ചെറിയ 0.75 0.25 0.5 ചേർന്ന നമ്പറുകളുടെ മൾട്ടിപ്ലിക്കേഷൻ എളുപ്പത്തിൽ ചെയ്യാനുള്ള ടിപ്സ് നമ്മൾ തന്നു. ഈ എപ്പിസോഡിൽ കുറച്ചുകൂടി മൾട്ടിപ്ലിക്കേഷൻ ആവശ്യമായ ടിപ്സ് ആണ് നമ്മൾ തരാൻ ഉദ്ദേശിക്കുന്നത്. ഒരു നമ്പറിനെ, ഒരു 2 ഡിജിറ്റ് നമ്പറിനെ ഒരു 1 ഡിജിറ്റ് നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്ന സാഹചര്യം വരുന്നു. ഫോർ എക്സാമ്പിൾ, കൺസിഡർ 72 into 8. സാധാരണഗതിയിൽ നമ്മൾ ഇത് ചെയ്യുന്നത് 2 into 8 16, remainder 1, then 8 into 7 56 plus 1 57 576 എന്നിങ്ങനെ ആൻസർ. ഇങ്ങനെ എഴുതുമ്പോൾ നമ്മൾ എഴുതിക്കൊണ്ടേ ചെയ്യാൻ പറ്റുള്ളൂ. നമുക്ക് ടൈം സേവ് ചെയ്യണമെങ്കിൽ ഇത് മനസ്സിലിട്ട് തന്നെ ചെയ്യാനായിട്ട് സാധിച്ചാൽ കുറച്ചുകൂടി എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ സാധിക്കും. അങ്ങനെ ചെയ്യണമെങ്കിൽ ഇത് 72 into 8 ചെയ്യേണ്ടി വരുമ്പോൾ കൺവെൻഷണൽ രീതിയിൽ ചെയ്യാതെ മറ്റൊരു മെത്തേഡിൽ നമുക്ക് ചെയ്യാം. അത് 2 into 8 ആദ്യം എടുക്കരുത്, പകരം 8 into 70 എന്നെടുക്കുക. ഇത് 7 അല്ലേ, അത് ടെൻസിന്റെ പ്ലേസിലല്ലേ. ടെൻസിന്റെ പ്ലേസിലാകുമ്പോൾ 7 കൂടുമ്പോൾ 70 അല്ലേ. അപ്പോൾ 8 into 7 56 ആണ്. അതുകൊണ്ട് 8 into 70 560 അല്ലേ. 8 into 7 56 ആണ്. 7 ടെൻസിന്റെ പ്ലേസിലാണ്. അപ്പോൾ 8 into 70 560. Then take 8 into 2. 8 into 2 is 16. Now add these two. Then we get 576. ഇത് നമുക്ക് പ്രാക്ടീസ് ചെയ്താൽ മനസ്സിലിട്ട് തന്നെ ചെയ്യാവുന്നതേ ഉള്ളൂ. ഇങ്ങനെ മനസ്സിലിട്ടുള്ള കാൽക്കുലേഷൻ ചെയ്യുന്നത് കൊണ്ട് നമ്മുടെ മെമ്മറിയിൽ സ്റ്റോർ ചെയ്യാനുള്ള കപ്പാസിറ്റി കൂടി കിട്ടും. പലപ്പോഴും മനക്കണക്കായിട്ട് മനസ്സിലിട്ട് കണക്ക് ചെയ്യുന്നതാണ് എളുപ്പം. എഴുതി ചെയ്യുമ്പോൾ എഴുതാനുള്ള സമയം കൂടി നഷ്ടപ്പെടും. ബാക്ക് ടെസ്റ്റ് പോലുള്ള കോമ്പറ്റീറ്റീവ് എക്സാമിനേഷൻസിന് അങ്ങനെ എഴുതാനുള്ള സമയം വേസ്റ്റ് ചെയ്യാതിരിക്കാൻ നമുക്ക് ശ്രമിക്കേണ്ടതാണ്. അപ്പോൾ ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ കുറച്ചുകൂടി സമയം ലാഭിക്കാൻ സാധിക്കും. ഇതിന്റെ കുറച്ചുകൂടി എക്സാമ്പിൾസ് നമുക്ക് നോക്കാം. മറ്റൊരു ക്വസ്റ്റ്യൻ, സേ 43 into 8. ഇത് നമ്മൾ ചെയ്യുമ്പോൾ ഇപ്പൊ പറഞ്ഞ രീതിയിലാണെങ്കിൽ 8 into 3 അല്ല ആദ്യം എടുക്കുക, പകരം 8 into 4. 8 into 4 is 32. Here it is not 4, it is 40. So 8 into 40 is 320. Then take 8 into 3. It is 24. So 320 plus 24. So the answer is 344. നമ്മൾ എഴുതാതെ തന്നെ ഇത് ചെയ്യാൻ സാധിക്കും. നമുക്കൊന്ന് ഇങ്ങനെ എഴുതാതെ ഇനി ഒന്ന് ആലോചിച്ച് നോക്കാം. മറ്റൊരു ക്വസ്റ്റ്യൻ ഞാൻ എഴുതാം. 46 into 3. എഴുതാതെ തന്നെ നമുക്കൊന്ന് ആലോചിക്കാം. 3 into 40. 3 into 40 is 120. 120 നമ്മൾ മനസ്സിലുണ്ട്. Now next 3 into 6 18. Already we have 120.
Next we have 18. For 120 plus 18. 120 plus 18 is 138. So the answer is 138. 120 plus 18. 138. കുറച്ചുകൂടി എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ സാധിക്കും. മൾട്ടിപ്ലിക്കേഷനുകൾ ആ തരത്തിൽ ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത്. നിങ്ങൾ കൂടുതൽ ക്വസ്റ്റ്യൻസ് ഇതുപോലെ സ്വയം ചെയ്ത് പ്രാക്ടീസ് ചെയ്യുക. പ്രാക്ടീസിംഗ് ആണ് സ്പീഡ് കൂട്ടാനായിട്ട് ഏറ്റവും മികച്ച മാർഗം. സ്വയം നമ്മൾ ക്വസ്റ്റ്യനുകൾ ചെയ്ത് വിത്തൗട്ട് യൂസിങ് ദ കാൽക്കുലേറ്റർ. റിമെമ്പർ, വിത്തൗട്ട് യൂസിങ് ദ കാൽക്കുലേറ്റർ. കാൽക്കുലേറ്റർ ഒട്ടും തന്നെ ഉപയോഗിക്കാതെ നമ്മൾ സ്വയം മനസ്സിലിട്ട് കൂട്ടിക്കൊണ്ട് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ 2 ഡിജിറ്റ് നമ്പറും 1 ഡിജിറ്റ് നമ്പറും ചേർന്ന മൾട്ടിപ്ലിക്കേഷനുകളെ ഇങ്ങനെ ചെയ്താൽ കുറച്ചുകൂടി വേഗത നമുക്ക് കൊണ്ടുവരാൻ സാധിക്കും. യു ട്രൈ മോർ ക്വസ്റ്റ്യൻസ് ഓൺ യുവർ ഓൺ. Then next let us come to the case of multiplication of two two-digit numbers. Multiplication of two two-digit numbers. For example, say 26 into 43. ഇങ്ങനെയുള്ള നമ്പറിന്റെ മൾട്ടിപ്ലിക്കേഷൻ സാധാരണ ചെയ്യുന്ന മെത്തേഡ് നിങ്ങൾക്കറിയാം. നമുക്ക് ആ സാധാരണ മെത്തേഡ് അല്ലാതെ മറ്റൊരു മെത്തേഡ് നമുക്ക് പരിചയപ്പെടാം. അത് വൺ ലൈൻ മൾട്ടിപ്ലിക്കേഷൻ എന്ന് നമുക്ക് പറയാം. സാധാരണ രീതിയിൽ നമ്മൾ 2 ലൈനായിട്ടല്ലേ മൾട്ടിപ്ലൈ ചെയ്യാം. അതായത് 3 into 6 18, remainder 1, 3 into 2 6 plus 1 7. അത് ഫസ്റ്റ് ലൈൻ. നെക്സ്റ്റ് ലൈൻ 4 മൾട്ടിപ്ലിക്കേഷൻ. 4 into 6 24, remainder 2, then 4 into 2 8 plus 2 10. So the answer is 8 1 1 1. ഇങ്ങനെയാണല്ലോ നമ്മൾ ആൻസർ എഴുതുക. 26 into 43 എഴുതുമ്പോൾ 3 into 6 18, then remainder 1, 2 into 3 6 plus 1 7, 4 into 6 24, then remainder 2, 4 into 2 8 plus 2 10. So the answer is 8 11, then 1 1 1 1 8 എന്ന് നമ്മൾ ആൻസർ. ഇത് ഇങ്ങനെ 2 ലൈനായിട്ട് ചെയ്യാതെ മറ്റൊരു മെത്തേഡ് നമുക്ക് പരിചയപ്പെടാം. ആ മെത്തേഡിന് നിങ്ങൾ ഇനി ഞാൻ കാണിക്കുന്ന ഡയഗ്രാം ഒന്ന് ബൈഹാർട്ടാക്കാൻ ശ്രമിക്കുക. ഇങ്ങനെ ഒരു ഡയഗ്രാം ശ്രമിക്കുക. ഈ ഡയഗ്രത്തിൽ കാണുന്നത് പോലുള്ള ഒരു ഓപ്പറേഷൻ നടത്താം. ഇതില് ഇവിടുന്ന് റൈറ്റ് എൻഡിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഫസ്റ്റ് ലൈൻ കാണിച്ചിരിക്കുന്നത് ഞാൻ ഇത് കുറച്ചുകൂടി വല്ലാത്ത വരച്ച് കാണിക്കാം. 26 into 43. ഇവിടെ ഫസ്റ്റ് ലൈനില് ഇതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോ 6 into 3 6 into 3 18. 18ന്റെ 8 അവിടെ എഴുതി. റിമൈൻഡർ 1 മാറ്റി കീപ്പ് ചെയ്തു. നെക്സ്റ്റ് കാണിക്കുന്നത് ഇങ്ങനെയും ഇങ്ങനെയും, അതായത് ഇങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യാം, ഇങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യാം. 2 into 3 6, then 4 into 6 24. Now we have one remainder 1. ഇതെല്ലാം കൂടി ആഡ് ചെയ്യാം. അപ്പോൾ 24 plus 6 30, 30 plus 1 31. Second place is 1. ഒന്നുകൂടെ ഞാൻ റിപ്പീറ്റ് ചെയ്യാതെ 3 into 6 into 3 18, 18ന്റെ 8 എഴുതി, റിമൈൻഡർ 1 ഇവിടെ മാറ്റി എഴുതി. അടുത്തത് ഡയഗണലി ക്രോസ് ചെയ്തതാണ്. അപ്പോൾ ഡയഗണലി ക്രോസ് ചെയ്യുമ്പോൾ 2 into 3 6, then 6 into 4 24. ഇനി റിമൈൻഡർ ബാക്കി ഉണ്ടായിരുന്ന 1 കൂടി ചേർത്തു. ഇത് 3 കൂടി ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 31 കിട്ടി. Then the remainder is 3. Now take 2 into 4 8. ഈ ലൈൻ
ഇങ്ങനെ പറയുമ്പോൾ ഇതാണ് 2 into 4 8. 8 plus 3 11. So we got 1118. ഒറ്റ ലൈനിൽ മൾട്ടിപ്ലിക്കേഷൻ നടക്കും. അതിന് ഈ ഡയഗ്രാം മനസ്സിലാക്കിയാൽ മതി. ഒരു എക്സാമ്പിൾ കൂടി നമുക്ക് നോക്കാം. Say 37 into 42. അപ്പോൾ ഈ ഡയഗ്രാം വെച്ചാണെങ്കിൽ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് 7 into 2. 7 into 2 ആദ്യം എടുക്കണം. 7 into 2 എടുക്കുമ്പോൾ 14. 14 ന്റെ 4 എഴുതി. ബാക്കിയുള്ള 1 റിമൈൻഡർ മാറ്റി വെച്ചു. ഇനി അടുത്തത് ഡയഗണലി ക്രോസ് ചെയ്താണ്. അതായത് 3 into 2 plus 7 into 4. 3 into 2 plus 7 into 4. 3 into 2 6. 7 into 4 28. But 28 plus 6 34. പഴയ റിമൈൻഡർ 1 ഉണ്ട്. 34 plus 1 35. Remainder 3. Next 3 into 4. 3 into 4 is 12. 12 plus 3 15. So the answer is 1554. ഇത് ഇങ്ങനെ മാറ്റി എഴുതാതെ തന്നെ മനസ്സിലിട്ട് തന്നെ കണക്കൂട്ടാനായിട്ട് ശ്രമിക്കുന്നതാണ് എളുപ്പം. ഓരോന്നും എഴുതി ചെയ്യുന്നത് ആദ്യം പ്രാക്ടീസിന് വേണ്ടി ആദ്യം പഠിക്കാനായിട്ട് ശ്രമിക്കുമ്പോൾ നിങ്ങളിങ്ങനെ മാറ്റി എഴുതിക്കോളൂ. പക്ഷെ പതുക്കെ നമ്മൾ അത് മാറ്റി എഴുതാതെ മെമ്മറിയിൽ സ്റ്റോർ ചെയ്ത് വെച്ചിട്ട് റീപ്രൊഡ്യൂസ് ചെയ്തിട്ട് ആഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഒരു എക്സാമ്പിൾ നമുക്ക് നോക്കാം. 43 into 72. നമുക്ക് മെമ്മറിയിൽ സ്റ്റോർ ചെയ്തുകൊണ്ട് എഴുതുന്നതിനെ കുറിച്ച് ആലോചിച്ച് നോക്കാം. 3 ആദ്യം ഫസ്റ്റ് ലൈൻ ഇങ്ങനെയല്ലേ. സോ ഇറ്റ് ഈസ് 3 into 2 6. Then diagonally ക്രോസ് ചെയ്യുന്നു. അപ്പോൾ 4 into 2 8. 4 into 2 8. അത് മെമ്മറിയിൽ സ്റ്റോർ ചെയ്യാം. 7 into 3 21. 4 into 2 8. 7 into 3 21. രണ്ടും കൂടി ആഡ് ചെയ്തേക്കുക. 4 into 2 8 plus 7 into 3 21. But 21 plus 8. 21 plus 8 29. Remainder 2. Keep it in mind. Remainder 2. Next 4 into 7 28. 4 into 7 28. 28 plus 2 remainder. What is remainder? 28 plus 2 30. So 3096. എഴുതാതെ തന്നെ മെമ്മറിയിൽ സ്റ്റോർ ചെയ്ത് വെച്ച് തിരിച്ചെടുത്ത് ആഡ് ചെയ്യാനായിട്ട് നമുക്ക് പ്രാക്ടീസ് ചെയ്യാം. മെത്തേഡ് ഇഷ്ടപ്പെട്ടുവെങ്കിൽ കൂടുതൽ ക്വസ്റ്റ്യൻസ് നിങ്ങൾ സ്വയം എഴുതി പ്രാക്ടീസ് ചെയ്യുക. ഇതേപോലെ തന്നെ ഇതിപ്പോൾ 2 ഡിജിറ്റ് നമ്പറിന്റെ മൾട്ടിപ്ലിക്കേഷൻ ആണ് പറഞ്ഞത്. ഇതേപോലെ തന്നെ നമുക്ക് 3 ഡിജിറ്റ് നമ്പറുകളും മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റും. 2 3 ഡിജിറ്റ് നമ്പറുകൾ തമ്മിലും ഇതേപോലെ തന്നെ എളുപ്പത്തിൽ മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റുന്നുണ്ട്. ആദ്യം നിങ്ങൾ ഇതൊന്ന് പ്രാക്ടീസ് ചെയ്യുക. ഇത് പ്രാക്ടീസ് ചെയ്ത് മെമ്മറിയിൽ സ്റ്റോർ ചെയ്ത് എഴുതാതെ തന്നെ ഒട്ടും എഴുതാതെ തന്നെ മെമ്മറിയിൽ സ്റ്റോർ ചെയ്തുകൊണ്ട് കണക്കൂട്ടി മൾട്ടിപ്ലൈ എഴുതാനായിട്ട് പ്രാക്ടീസ് ചെയ്യുക. അത് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത എപ്പിസോഡിൽ നമുക്ക് 3 ഡിജിറ്റ് നമ്പറുകളുടെ മൾട്ടിപ്ലിക്കേഷനെ കാണിച്ചു തരാം. അപ്പോൾ അടുത്ത എപ്പിസോഡ് തീർച്ചയായും നിങ്ങൾ കാണണം. തുടർച്ചയായി നമ്മൾ ഇതുപോലെ പോസ്റ്റ് ചെയ്യുന്ന എപ്പിസോഡുകൾ കണ്ടിന്യൂസ് ആയി നിങ്ങൾ വാച്ച് ചെയ്തിരിക്കുക. നിങ്ങൾക്ക് തീർച്ചയായും നല്ല സ്കോർ നേടാൻ സാധിക്കും എന്ന് ഉത്തമ വിശ്വാസമുണ്ട്. സോ താങ്ക് യു.